ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, എനിക്ക് ഈ വർഷം ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടച്ച പ്രീമിയം മുഴുവൻ വെറുതെ ആവില്ല എന്നൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ വേണ്ട, നാളെ എടുക്കാം, ഒരു അസുഖം വന്നതിന് ശേഷം എടുക്കാം എന്ന രീതിയിലേക്ക് ഇത് തള്ളി നിൽക്കുന്നത്. നമുക്കൊരു അസുഖം വരാൻ നിമിഷം നേരം മതി. നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ അതിനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുമെന്ന് ചിന്തിക്കും. പക്ഷെ നമുക്കൊരു അസുഖം വരുമ്പോഴാണ് അതിന്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുക. നമ്മൾ 50,000 രൂപ വിലയുള്ള ഒരു ബൈക്ക് അല്ലെങ്കിൽ 1,00,000 രൂപ വിലയുള്ള ബൈക്ക് പോലും നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊന്നും വന്നിട്ടല്ല, നമ്മളൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും ലക്ഷങ്ങൾ കോടിക്കണക്കിന് വിലയുള്ള നമ്മുടെ മനുഷ്യ ശരീരം, നമുക്കത് ഏത് പാർട്ടാണ്, നമുക്ക് നിലവിൽ ഇപ്പൊ എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് ഉണ്ട്, അത് ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്, എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് നമുക്ക് അറിയില്ല. നമ്മൾ സത്യം പറഞ്ഞ ഒരു ഭാഗ്യപരീക്ഷണത്തിലാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നിൽക്കുന്നത്. നമുക്ക് നിലവിൽ അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാം, നമ്മൾ ഇൻഷുറൻസ് എടുത്താലും നമുക്ക് വർഷങ്ങളോളം ക്ലെയിം ഒന്നും വരാതിരിക്കാം. പക്ഷെ ഇപ്പോൾ ഉള്ള ന്യൂജൻ പ്ലാനുകൾ അനുസരിച്ച് ഇപ്പൊ നമുക്ക് അസുഖങ്ങളൊന്നുമില്ല, നമ്മൾ ഓരോ വർഷവും പ്രീമിയം കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. നമുക്ക് പിന്നെ പ്രീമിയം കൂടുന്നില്ല, നമുക്ക് പ്രീമിയം ഇപ്പൊ ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എന്നാണോ ക്ലെയിം വരുന്നത് അന്ന് മാത്രമാണ് നമുക്ക് പ്രീമിയത്തിനും ഒരു ഹൈക്ക് ഉണ്ടാവുന്നുള്ളൂ. ഓരോ വർഷവും നമ്മൾ അടയ്ക്കുന്ന തുക അനുസരിച്ച് നമ്മുടെ സമ്മർഷയുടെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ സമ്മർഷ എടുത്ത ഒരാള് അടുത്ത വർഷം ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ട് സെയിം പ്രീമിയത്തിന് 20 ലക്ഷമായിട്ട് അത് മാറാണ്. അപ്പോ നമ്മുടെ ഈ അടയ്ക്കുന്ന പൈസ വെറുതെ പോകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഓരോ വർഷവും സീനിയോറിറ്റി ഉള്ള ആൾക്കാരായി മാറാണ്. 5 വർഷത്തിന് ശേഷം നമുക്കൊരു മേജർ ഇഷ്യൂ വന്നു, ഇതൊന്നും നമുക്ക് അറിയാവുന്ന കാര്യമല്ല. പക്ഷെ ആ സമയത്ത് വന്നാൽ നമുക്ക് ഈ ഒരു ചെറിയ പ്രീമിയം കൊണ്ട് അത്രയും വലിയൊരു ഇതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അന്ന് നമ്മുടെ സമ്മർഷയുടെ 50 ലക്ഷമോ 60 ലക്ഷമോ ആവാം. നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം അന്നും ചിലപ്പോൾ 14,000 15,000 ആയിരിക്കാം. പക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടാം. ഇത് എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും ഒരു ദിവസം മുമ്പേ തന്നെ ചെറിയൊരു ഇൻഷുറൻസ് ചെയ്ത് ഓരോ വയസ്സ് കൂടുന്നതോടാണ് നമ്മുടെ പ്രീമിയത്തിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഒരു ദിവസം മുമ്പെങ്കിലും ചെറിയൊരു പ്രീമിയത്തിന് ഏറ്റവും കുറഞ്ഞ സമ്മർഷയോടെങ്കിലും നമ്മൾ നേരത്തെ പ്രൊട്ടക്ട് ആവാൻ ശ്രമിക്കുക. താങ്ക് യു.